മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി വീടുകൾ കൈമാറുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമഗ്ര പുനരധിവാസമാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ തങ്ങളില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 35 ക്ലസ്റ്ററുകളിലായിട്ടാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 207 വീടുകളുടെ വാർപ്പ് ഇതിനകം പൂർത്തിയായി. 3.9 കിലോമീറ്റർ നീളത്തിൽ റോഡിന്റെ പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചു. ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. വർഗീയതയെ അകറ്റി നിർത്താനാകണം. ഏത് വർഗീയതയും നാടിന് ആപത്തു മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ തങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില ഡിവിഷനുകളിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു? CPI തങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് CPIയുമായി ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ചതിയും വഞ്ചനയും കാണിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.